കേരള രാഷ്ട്രീയത്തിൽ കുടുംബ ബന്ധങ്ങളും രാഷ്ട്രീയ നിലപാടുകളും നേർക്കുനേർ വരുന്ന അപൂർവ സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു കൗതുകകരവും എന്നാൽ വാശിയേറിയതുമായ പോരാട്ടത്തിനാണ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ നേരിട്ട് കളത്തിലിറങ്ങിയത് മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ വിജയത്തിനായി ചാണ്ടിയുമ്മൻ നടത്തിയ പ്രചാരണവും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ നിലപാടും കൊടുങ്ങല്ലൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിർണായകമായി മാറുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രസംഗം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളതായിരുന്നു. തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ആരും വോട്ട് പിടിക്കേണ്ടതില്ലെന്നും അദ്ദേഹം എന്നും വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നും ചാണ്ടിയുമ്മൻ തുറന്നടിച്ചു. ഉമ്മൻചാണ്ടി ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുക തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ ജയിക്കണമെന്നായിരിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ആരും മുതലക്കണ്ണീർ ഒഴിക്കേണ്ടതില്ല എന്ന ചാണ്ടിയുമ്മന്റെ വാക്കുകൾ NDA സ്ഥാനാർത്ഥിയും തന്റെ സഹോദരി മറിയമ്മന്റെ ഭർത്താവുമായ വർഗീസ് ജോർജിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കുടുംബ ബന്ധങ്ങളെക്കാൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്കും മതേതര നിലപാടുകൾക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വോട്ടർമാരോട് സംവാദിച്ചു. കൊടുങ്ങല്ലൂരിലെ പോരാട്ടം വ്യക്തിപരമായി ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമായിരുന്നു. തന്റെ സ്വന്തം അളിയൻ ഒരു വശത്ത് 2020 പിന്തുണയോടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മറുവശത്ത് തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കാതെ UDFിന് വേണ്ടി പരസ്യമായി രംഗത്തെത്തിയത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. കൊടുങ്ങല്ലൂരിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ OJ ജനീഷിന് സാധിക്കുമെന്ന് ചാണ്ടിയുമ്മൻ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത നിയമസഭയിൽ തന്റെ കൂടെ MLA ആയി ജനീഷ് ഉണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചതിലൂടെ UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ചാണ്ടിയുമ്മന്റെ പ്രചാരണം. സാധാരണക്കാരനായ ഒരു പ്രവർത്തകരെ പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സ്ഥാനാർത്ഥി OJ ജനീഷിനൊപ്പം കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടി വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത ചാണ്ടിയുമ്മന്റെ ശൈലി ഉമ്മൻചാണ്ടിയുടെ ജനകീയമായ ഇടപെടലുകളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ബൈക്കുകളിലും കാറുകളിലുമായി റാലിയെ അനുഗമിച്ചത് UDFിന്റെ ശക്തി പ്രകടനമായി മാറി. കഠിനമായ വെയിലിനെ അവഗണിച്ചും റോഡിന് ഇരുവശവും വോട്ടർമാർ ഈ സൈക്കിൾ യാത്രയെ സ്വീകരിക്കാൻ കാത്തുനിന്നു. കൊടുങ്ങല്ലൂർ ഒരു കാലത്ത് K കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു. കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള ഈ മണ്ണ് തിരിച്ചുപിടിക്കുക എന്നത് UDFിന്റെ അഭിമാന പ്രശ്നമാണ്. K കരുണാകരന്റെ മണ്ണ് തിരിച്ചുപിടിക്കാനായി എത്തിയ ഉമ്മൻചാണ്ടിയുടെ മകന് നന്ദി എന്ന OJ ജനീഷിന്റെ വാക്കുകൾ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറമുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനമൊട്ടാകെ അറിയപ്പെടുന്ന ജനീഷിന് ചാണ്ടിയുമ്മന്റെ ഈ പിന്തുണ കൂടി ലഭിച്ചതോടെ മണ്ഡലത്തിൽ UDFിന് നേരിയ മുൻതൂക്കം ലഭിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മറുവശത്ത് വർഗീസ് ജോർജിനെ മുൻനിർത്തി ഇന്ത്യയും 2020 നടത്തുന്ന നീക്കങ്ങളും ശക്തമാണ്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്ന ലേബൽ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ ചാണ്ടിയുമ്മൻ നേരിട്ടെത്തി ഈ വാദങ്ങളെ ഖണ്ഡിച്ചത് NDA ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വികസന രാഷ്ട്രീയവും കിഴക്കമ്പലം മോഡൽ ഭരണവും ഉയർത്തിക്കാട്ടിയാണ് വർഗീസ് ജോർജ് വോട്ട് ചോദിക്കുന്നത്. കുടുംബത്തിലെ രാഷ്ട്രീയ ഭിന്നത വോട്ടർമാരെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൊടുങ്ങല്ലൂരിലെ മത്സരം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറിയിരിക്കുകയാണ്. വൈകാരികമായ കുടുംബ ബന്ധങ്ങളെക്കാൾ രാഷ്ട്രീയ ദൗത്യത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പുതുപ്പള്ളി മോഡൽ വിജയം കൊടുങ്ങല്ലൂരിലും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രവർത്തകരിലേക്ക് പകരാൻ ഈ സന്ദർശനം സഹായിച്ചു. ജനീഷിന്റെ യുവത്വവും ചാണ്ടിയുമ്മന്റെ ജനപ്രീതിയും ചേർന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയേറെയാണ്. കൊടുങ്ങല്ലൂർ ചരിത്രപരമായ പോരാട്ടത്തിലാണ്. സൈക്കിൾ ചവിട്ടിയും ജനങ്ങൾക്കിടയിൽ ഓടി നടന്നുള്ള ചാണ്ടിയുമ്മന്റെയും OJ ജനീഷിന്റെയും പ്രചാരണം മണ്ഡലത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത് ജനീഷിന്റെ വിജയമാണെന്ന പ്രഖ്യാപനം വോട്ടർമാർക്കിടയിൽ വൈകാരികമായ ഒരു തരംഗം സൃഷ്ടിക്കുമെന്നതിലും തർക്കമില്ല. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെക്കാൾ രാഷ്ട്രീയമായ മൂല്യങ്ങൾക്കും മുന്നണി മര്യാദകൾക്കും വില നൽകുന്ന ഒരു വോട്ടെടുപ്പിനാണ് കൊടുങ്ങല്ലൂർ ഒരുങ്ങുന്നത്. മെയ് മാസത്തിലെ ജനവിധിയിലൂടെ കൊടുങ്ങല്ലൂർ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്.